ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കഴക്കൂട്ടത്തിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ശ്രീമതി കവിത LS ആണ്. സ്വാഗതം മാഡം. മാഡം, നമ്മുടെ എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് VK പ്രശാന്ത് ഇരുന്ന ഒരു വാർഡാണ് കഴക്കൂട്ടം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു സംഭവം. അപ്പോൾ ആ വാർഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്ത് നടന്ന വികസനങ്ങളെ കുറിച്ചൊന്നും പറയാം. അഡ്വക്കേറ്റ് VK പ്രശാന്ത് കൗൺസിലർ എന്നതിലുപരി തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കഴക്കൂട്ടം വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴക്കൂട്ടത്തു നിന്നല്ല, തിരുവനന്തപുരം നഗരസഭയുടെ വിവിധ വാർഡുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചെയ്തിട്ടുണ്ട്. എങ്കിലും കഴക്കൂട്ടത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ MLA സ്ഥാനാർത്ഥിയായിട്ട് വട്ടിയൂർക്കാവ് മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ അത് പൂർത്തിയാക്കേണ്ട ഒരു കടമയാണ് പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് സന്തോഷപൂർവ്വം ഞാനത് ഏറ്റെടുക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 പ്രോജക്റ്റുകളാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. ഒന്ന് കഴക്കൂട്ടം ശാന്തിതീരം ശ്മശാനം. അതിൻ്റെ ഉദ്ഘാടനം 2024 ജനുവരി 8-ാം തീയതി ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം നടന്നു പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു താമസ സൗകര്യം ഒരുക്കുന്നതിലേക്കായി കഴക്കൂട്ടം സോണൽ ഓഫീസിൻ്റെ പുറകുവശത്ത് ഒരു 3 നില കെട്ടിടം പൂർത്തിയായി ഉദ്ഘാടന വേളയിൽ എത്തി നിൽക്കുകയാണ്. അത് ഷീ ലോഡ്ജ് എന്ന ഉദ്ദേശത്തോടു കൂടി ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കും കഴക്കൂട്ടം പ്രദേശത്ത് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി ദിവസ വാടകയ്ക്ക് താമസിക്കുവാനുള്ള ഒരു കെട്ടിടമാണ്. അവിടെ 21 റൂമുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ റൂമുകൾ 21 റൂം എന്ന് പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിന് മാത്രമാണോ അത് നമുക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന സംവിധാനം ലേഡീസിന് പറ്റുമോ? നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീകണ്ഠേശ്വരത്ത് ഇതേ രീതിയിൽ ഒരു ഷീ ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ദിവസ വാടകയാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 300 രൂപ വാടകയാണ്. ഒരാളിന് 3 ദിവസം വരെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഓരോ ദിവസം കൂടുമ്പോൾ എമൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കൂടുകയാണോ കുറയുകയാണോ അങ്ങനെ കുറിച്ച് അറിയില്ല. അത് കൗൺസിൽ തീരുമാനം. അപ്പൊ ഇതേ എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ കഴക്കൂട്ടത്ത് വരാം. നഗരസഭ നിശ്ചയിക്കുന്ന അതേ റേറ്റ് ആയിരിക്കും ഇവിടെയും. അപ്പൊ ഇതെല്ലാം ശീതീകരിച്ച റൂമുകളായിരിക്കും. ഈ നമ്മുടെ 5 റൂമുകൾ AC റൂമുകളാണ്. അപ്പൊ റേറ്റ് കൂടും. അപ്പൊ റേറ്റ് അല്പം കൂടാൻ സാധ്യതയുണ്ട്, ഇല്ലാത്ത കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അതിന്റെ വിഷയം കഴിഞ്ഞു. അടുത്ത ചെയ്ത ഏതെങ്കിലും പ്രോജക്റ്റുകളുണ്ടോ കവിത? അടുത്ത പ്രോജക്റ്റ് കെട്ടിടമായിട്ടൊന്നുമില്ല. കെട്ടിടമായിട്ടില്ല. അംഗനവാടിയിലേക്ക് പോവാം നമുക്ക്. അപ്പൊ എത്ര അംഗനവാടികൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്? എത്ര ശീതീകരിച്ചതുണ്ട്? എത്ര അതിനകത്ത് അംഗസംഖ്യ എത്രയാണ്? നമുക്ക് കഴക്കൂട്ടം വാർഡിൽ 9 അംഗനവാടികളാണുള്ളത്. സ്വന്തമായിട്ട് കെട്ടിടമുള്ളത് 5 അംഗനവാടികളാണ്. അതിൽ 2 അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാണ്. സ്മാർട്ട് അംഗനവാടികളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്? കാരണം മാക്സിമം കുട്ടികൾ അതിനകത്തുണ്ടോ? കുട്ടികളുടെ സ്ട്രെങ്ത് 25, അതിൽ കൂടുതലും. ചിലത് 25-ൽ താഴെയായിട്ടുള്ള അംഗനവാടികളുമുണ്ട്. എല്ലാവരും വളരെ കൃത്യമായിട്ട്. സ്കൂളുകൾ, എത്ര സ്കൂളുകൾ നമ്മുടെ പ്രദേശത്തിനകത്തുണ്ട്? സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂള് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണുള്ളത്. അല്ലാതെ ഒരു മാനേജ്മെന്റ് സ്കൂള് സെന്റ് ആന്റണീസ് LPS. അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് പോകാം. അപ്പോൾ അവിടുത്തെ വിഷയങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? എത്ര കുടുംബശ്രീ അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോൾ നഗരസഭ ഏൽപ്പിച്ചിരിക്കുന്നത് ഹരിതകർമ്മ സേന എന്ന ഒരു ടീമിനെയാണ്. ഈ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളെല്ലാം തന്നെ കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രദേശവുമായിട്ട് സമ്പർക്കമുള്ളവരാണ് എൻ്റെ വാർഡിലുള്ള ഹരിതകർമ്മ സേനയിലുള്ള 12 സ്ത്രീകൾ, ഒരു പുരുഷൻ ഉൾപ്പെടുന്ന ടീമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഭരണസമിതി വന്ന നാൾ മുതൽ. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും നമ്മുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ശ്രീമതി ഗായത്രിയുടെയും ഗായത്രി ബാബുവിൻ്റെ ഇടപെടലിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. കാരണം അവരുടെ നല്ലൊരു സൂപ്പർവിഷൻ ഇതിലുണ്ട്. കാരണം ഓരോ വാർഡിലും ഇതെങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള
ഒരു കാഴ്ചപ്പാട്. നമ്മുടെ അഡ്വക്കേറ്റ് VK പ്രശാന്ത് ഇരുന്ന സമയത്ത് ഈ സംവിധാനം കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ ആൾക്കാർ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ വാർഡുകളിൽ എല്ലാ ആൾക്കാരും ആവശ്യമായി വന്നേക്കുവാണ്. ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമായി വന്നേക്കുവാണ്. അപ്പോൾ കഴക്കൂട്ടം വാർഡിനെ സംബന്ധിച്ച് ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം കഴക്കൂട്ടം വാർഡ് എന്ന് പറയുന്നത് ഒരു ടെക്നോ സിറ്റിയാണ്. കാരണം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പുറത്തു നിന്നുള്ള നമ്മുടെ വാർഡിലല്ലാത്തവർ തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് അവിടെ സ്ഥായിയായ ഒരു സംവിധാനം ആവശ്യമായി വന്നു. അപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ കഴക്കൂട്ടത്ത് ഇല്ല എന്ന് തന്നെ പറയാം. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ 14 നമ്മുടെ സ്റ്റാഫും സ്വീകരിക്കുന്നത്. ആൾക്കാരോടുള്ള സമീപനം ആയാലും ആൾക്കാരും അവരെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അവരുടെ വീട്ടിലെ വേസ്റ്റ് എവിടെ കൊണ്ട് കളയണമെന്ന് അറിയാതെ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള വരുമാനവും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹരിതകർമ്മസേന വന്ന സമയത്ത് 4000 രൂപ വരെയേ നമ്മുടെ ഓരോ അംഗങ്ങൾക്കും കിട്ടുമായിരുന്നുള്ളൂ. നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയും കൂടിയാണ്. ഈ ഹരിതകർമ്മസേനയുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് വാർഡ് കൗൺസിലറാണോ? അല്ല, വാർഡ് കൗൺസിലറിന് അതിനൊരു സ്ഥാനവും ഇല്ല. കാരണം ഇത് ഏകീകരിക്കുക മാത്രമാണ് വാർഡ് കൗൺസിലർ. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉള്ള ആവശ്യം നമ്മൾ പരമാവധി അവർക്കുള്ള സഹായങ്ങൾ ചെയ്യുവാനാണ് ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ നഗരസഭയുടെ ഏതൊരു വാർഡിനകത്ത് കുറച്ച് ഈ ഹരിതകർമ്മസേനക്കാർക്ക് കാശ് കിട്ടിയില്ല, അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഹരിതകർമ്മസേനയുടെ അതായത് മാനേജ് ചെയ്യുന്നത് നമ്മുടെ സോണൽ ഓഫീസിൽ തന്നെ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരാണ്. അതുപോലെ ഈ ഹരിതകർമ്മ ടീമിന് തന്നെ സെക്രട്ടറി പ്രസിഡന്റുമാരുണ്ട്. അതെല്ലാം ജോയിന്റ് അക്കൗണ്ടാണ്. അവിടെ കൗൺസിലറിന് മീറ്റിംഗ് കൂടുക, വാർഡിൽ നടക്കുന്ന പ്രവർത്തനം വിലയിരുത്തുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും വാർഡിലെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ അവര് കളക്ട് ചെയ്യുന്ന ക്യാഷിൽ കൈകടത്താൻ നഗരസഭ ഒരു കൗൺസിലറിനും അധികാരം കൊടുത്തിട്ടില്ല. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. I'm Dr. Rehna, Alpha Hills Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 94957
94157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹലോ. ഓ, കഴക്കൂട്ടത്തിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ വികസനത്തിന്റെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ നമുക്കിനി അറിയാനുള്ളത്, നമുക്കിനി ആ വാർഡിനകത്ത് എന്തെങ്കിലും വികസനങ്ങൾ നടത്തുവാനുണ്ടോ? സംസാരിക്കാം കവിതയോട്. ഹലോ. പറഞ്ഞോളൂ. സംസാരിച്ചു. നമുക്ക് കഴക്കൂട്ടം വാർഡിനകത്ത് പ്രധാനമായും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. നമ്മുടെ കുടിവെള്ളം പൂർണ്ണമായും നമ്മുടെ വാർഡുകൾക്കകത്ത് അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രന്ഥശാല, നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഗ്രന്ഥശാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഗ്രന്ഥശാല നമുക്ക് പുനർനിർമ്മിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള ഒരു വായന റീഡിംഗ് റൂമും കൂടെ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകണമെന്നാണ് നഗരസഭാതലത്തിലേക്ക് മാറാൻ കഴിയണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ പോവുകയാണ്. അപ്പൊ 2 ആവശ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കവിതയ്ക്ക് അത്രയും പണി കൊടുത്താൽ മതിയോ? കുറഞ്ഞ സമയം കൊണ്ട് കവിതയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് 2 പ്രധാനമായും നമ്മുടെ ഒന്ന് ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഏകദേശം ഒരു 90% വാഹനങ്ങൾക്ക് നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കത്തിക്കാനുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ കത്തിക്കുക. അതുപോലെ തന്നെ ഇടവഴികളിലും അതുപോലെ തന്നെ പുതുതായി വന്ന സ്ഥലങ്ങളിൽ സ്റ്റീൽ മെയിൻ വലിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരിക. 2, നമുക്ക് ഒരു നല്ല ഗ്രന്ഥശാല ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക. പിന്നെ കഴക്കൂട്ടത്തിനൊരു നമ്മുടെ ഒരു ശൗചാലയം, പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ശൗചാലയം, അതായത് കഴക്കൂട്ടം ജംഗ്ഷനിലെ നഗരസഭയുടെ തന്നെ സ്ത്രീജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ശൗചാലയം ഉണ്ട്. അത് വളരെ സത്യമാണ്. അത് ആവശ്യമുള്ള കേസ്. പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ശൗചാലയം കൂടി നമുക്ക് വരുന്ന ഈ 3-4 മാസത്തിനകത്ത് വരുമ്പോൾ, കാരണം ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അത് പെയ്ഡ് ആയാലും നഗരസഭ തന്നെ ഏതെങ്കിലും ഇപ്പോ നമ്മുടെ മാർക്കറ്റോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനുവേണ്ടിയുള്ള സൗകര്യം കൊടുത്ത് നമുക്ക് ബോർഡെല്ലാം വെച്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ 2, നമ്മുടെ ശാന്തി തീരം വളരെ നല്ല രീതിയിൽ ഒരു പദ്ധതിയാണ് നഗരസഭ നടപ്പാക്കിയത്. ആ നഗരസഭ നടപ്പാക്കിയ പദ്ധതിക്കകത്ത് ഇന്ന് 1669 രൂപയുടെ ഒരു ശവശരീരം ലഭിക്കുന്നതിന് വാങ്ങുന്നത്. അത് ഏറ്റവും തുലവും തുച്ഛമാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ വീടുകളിൽ നിന്ന് ശവശരീരം നമ്മുടെ ഈ ശാന്തി തീരത്ത് കൊണ്ടുവരുന്നതിന് ഒരു ആംബുലൻസ് സൗകര്യം കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടല് വാർഡുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അത് പ്രധാനമായും നമ്മുടെ ഈ പാവപ്പെട്ട വീടുകളിൽ നിന്നും ഒക്കെ ഡെഡ് ബോഡി നേരെ ഈ നമ്മുടെ ശ്മശാനത്തിലേക്ക് എത്തിക്കുന്നതിന് വലിയ ഗുണകരമായ ഒരു സാഹചര്യം ഒരുക്കും. ഒരു ഫ്രീസർ സംവിധാനവും ഒരു ദിവസം തലേ ദിവസം മരണപ്പെടുന്ന ആള് ചിലപ്പോ ഫ്രീസറിലായിരിക്കും ബോഡി അടുത്ത ദിവസം സമയം എടുക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള സജ്ജീകരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കണമെന്നാണ് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും ചെയ്ത് തീർക്കേണ്ടതായി ഉള്ള പ്രധാന കാര്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് കാണുന്നത്. കത്താനുള്ള തെരുവുകളൊക്കെ താങ്കളുടെ പേരൊന്ന് പറയൂ. എന്റെ പേര് പ്രശാന്ത് എന്നാണ്. പ്രശാന്ത്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ എത്ര കോടി രൂപയുടെ വികസനം ശ്രീമതി കവിതയുടെ നേതൃത്വത്തിലൂടെ നടത്തി? കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഞാൻ 5 വർഷം ചേർത്താണ്. ഒരു വർഷം 90 അല്ലെ 85 ലക്ഷം രൂപയാണ് റോഡ് വികസനത്തിനായിട്ട് പ്ലാൻ ഫണ്ടായിട്ട് ലഭിക്കുക. അതിനോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓൺ ഫണ്ടും അനുവദിക്കാറുണ്ട്. 10 ലക്ഷം രൂപ വരെ വരുന്ന ചെറിയ റോഡുകൾ ചെയ്യുവാനായിട്ട് ഓൺ ഫണ്ട് ലഭിക്കാറുണ്ട്. അതിലുപരി വലിയ കെട്ടിടങ്ങൾക്ക് അത് എന്ന് പറയുന്നത് ബഹുവർഷ പ്രോജക്റ്റാണ്. ഓരോ വർഷവും പ്രോജക്റ്റിൽ ഫണ്ട് വകയിരുത്തിയാണ് ഓരോ കെട്ടിടങ്ങളും നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മുടെ അഡ്വക്കേറ്റ് VK പ്രശാന്ത് വലിയ കെട്ടിടം എന്ന നിലയിൽ കഴക്കൂട്ടത്ത് തുടങ്ങി വെച്ച ശ്മശാനവും അതുപോലെ നമ്മുടെ ഷീ ലോഡ്ജും. ശ്മശാനം എനിക്ക് തോന്നുന്നു ഏകദേശം 3 കോടി അടുപ്പിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് ആണ്.
അതുപോലെ ഷീ ലോഡ്ജ് 5 കോടി അടുപ്പിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. അത് നമുക്ക് ഒരു വർഷം കൊണ്ട് ചെയ്യാവുന്നതായ അല്ല, അത് ബഹുവർഷ പ്രോജക്റ്റ് ആയതുകൊണ്ട് വർഷാവർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പ്രോജക്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫണ്ടിങ് കഴക്കൂട്ടം വാർഡിൽ വന്നിട്ടുണ്ട്. ഏകദേശം എത്ര കോടി ഇതുവരെ ചെലവായി കാണും? അതിന്റെ ഒരു ഏകദേശം രൂപ പറയാൻ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20-15 കോടിയോളം രൂപ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ നഗരസഭ ചെലവാക്കിയിരിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിൽ? അങ്ങനെയില്ല, കാരണം ഓരോ വാർഡിനും ഓരോ ആവശ്യങ്ങളാണ്. അത് ആവശ്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെയും കൂടി ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഓരോ ബിൽഡിംഗ് ആയാലും റോഡുകളായാലും ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും ഒരുപോലെ ഉള്ള സ്ഥാനമാണ് നൽകുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റോഡിന്റെ പാലത്തിന്റെ താഴ്ഭാഗത്ത് അശാസ്ത്രീയമായ രീതിയിലുള്ള ടാറിങ് അല്ലെങ്കിൽ റോഡ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അപകടങ്ങൾ ധാരാളം സംഭവിക്കുന്ന പരാതി ആ ഭാഗത്തുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? നാഷണൽ ഹൈവേ ആണ്, അതിൽ നഗരസഭയ്ക്ക് ഒരു അധികാരവും ഇല്ല. നാഷണൽ ഹൈവേയിൽ ഓട നിർമ്മാണം അശാസ്ത്രീയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാനൊരു കൗൺസിലർ എന്ന നിലയിൽ സാധാരണ KSRTC ബസ്സിനെയും ആശ്രയിച്ചാണ് നമ്മൾ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുപ്രകാരം ഓടയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്. അതനുസരിച്ചിട്ട് നമ്മുടെ MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ആ അശാസ്ത്രീയത പരിഹരിക്കണം. കാരണം വയസ്സായ വൃദ്ധരായ അമ്മമാർ പല പ്രാവശ്യവും വീഴുന്നത് നമ്മുടെ കണ്ണിലും പെട്ടിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിന് നല്ല രീതിയിൽ അതിനൊരു വ്യത്യാസം കഴക്കൂട്ടത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ അവിടുത്തെ ഈ ഓട നിർമ്മാണം കാരണം ബൈ റോഡുകളിലൂടെ വെള്ളക്കെട്ടെന്ന് പറയുന്നുണ്ട്. സാധാരണ കഴക്കൂട്ടം വാർഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ വളരെ കുറവാണ്. വയൽ പ്രദേശത്ത് റോഡുകൾ ചെയ്തിട്ടുള്ളത് മാത്രമേ വെള്ളക്കെട്ടുള്ളൂ. എപ്പോഴും നമ്മൾ വെള്ളക്കെട്ട് റോഡിൽ വെള്ളക്കെട്ടാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നു, അതുപോലെ കൗൺസിലറെ കുറ്റപ്പെടുത്തുന്നു. അത് എന്തുകൊണ്ടാണ് ആ വെള്ളക്കെട്ട് വരുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള ബോധം ജനങ്ങൾക്കും കൂടി ആവശ്യമാണ്. കാരണം ഓരോ വീട്ടിൽ നിന്നും ഉള്ള വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുമ്പോൾ റോഡിൽ കെട്ടുന്ന വെള്ളം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിന് ഓരോ സ്ഥലത്തും ഓരോ പ്രാദേശികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഓട ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ധാരണയുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള സംവിധാനം പരമാവധി കൗൺസിലർ എന്ന നിലയിലും അതുപോലെ PWയുടെ വർക്കായാലും അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓട ചെയ്യുമ്പോൾ ഓടയിലേക്ക് പോകേണ്ടത് മഴവെള്ളമാണ്, അല്ലാതെ ഡ്രൈനേജ് വെള്ളമല്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, മിക്കവാറും വാർഡുകളിലെല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളക്കെട്ട് NH വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Parthas.
60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംപാക് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംപാക് ഗ്രൂപ്പ്. ടിംപാക് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, കഴക്കൂട്ടത്തിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ അവിടുത്തെ വികസനങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അറിയാനുള്ളത്, അവിടെ ആ പ്രദേശത്ത് ഇനി കൂടുതൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? കവിതയോട് സംസാരിക്കാം. ഹലോ, പറയൂ. ഹലോ, കവിതയാണ്. നമ്മുടെ പ്രദേശങ്ങളിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൗൺസിലർ ചെയ്തിട്ടുണ്ട്. ഇടറോഡുകളായാലും കുടിവെള്ള പൈപ്പ് ലൈനിലെ ഇടപെടലുകളായാലും സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വിഷയങ്ങളിലായാലും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു 8-9 മാസം കൊണ്ട് കൗൺസിലർ ഒരു വീട്, അതായത് വാടക വീട്, ഒരു ഹെൽത്ത്, ചെറിയൊരു ആരോഗ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആരോഗ്യ മനസ്സിലായല്ലോ. മനസ്സിലായി. ഒരു ഹോസ്പിറ്റലില് അവര്, അതായത് ആൾക്കാർ പ്രാഥമിക ആയിട്ടുള്ള ചികിത്സയും കിട്ടുന്നതിന് വേണ്ടുന്നുള്ള ഇടപെടല് കുറച്ച് നാളുണ്ട്. അത് വീട് കിട്ടാത്തതിന്റെ ഒരു ചെറിയ പോരായ്മയാണ്. എന്നോടും അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം വീട് കിട്ടാത്തതിന്റെ ഒരു ചെറിയൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷീലോട്ടിന്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചു. പിന്നെ ശ്മശാനത്തിന്റെ വർക്ക് പൂർത്തീകരിച്ചു. പിന്നെ അങ്ങനെയുള്ള അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മാർക്കറ്റ് ആയാലും ശരി തന്നെ, മാർക്കറ്റ് റോഡിന്റെ ആ ഭാഗത്ത് ശരിക്കും വെള്ളക്കെട്ട് തന്നെ ഉണ്ടായിരുന്നു. അതും മാറ്റാനുള്ള സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അതേപോലെ കാലാകാലങ്ങളായി അതിന് പോകുന്ന വഴിയാത്രക്കാർക്ക് തന്നെ വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ പേരെന്ന് പറയാമോ? പേരെന്ന് പറയാമോ? എന്റെ പേര് കൃഷ്ണദാസ്. അപ്പൊ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യിക്കാനുണ്ടോ? കുറച്ച് സമയമുള്ളൂ, അതാണ് ചോദിച്ചത്. എങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ മേഖലയിനകത്ത് ആകെ ഒരു ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു ആരോഗ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വെൽനസ് സെന്റർ, പെട്ടെന്നൊരു ചികിത്സയ്ക്ക് വേണ്ടുന്ന ഒരു ഹെൽത്ത് സെന്റർ പോലെയുള്ള ഒരു ഉദ്ദേശിക്കുന്നത്. ശരി. ദാസേ, നമ്മളെന്തായാലും ഹെൽത്ത് വെൽനസ് സെന്ററിന് കെട്ടാൻ കിട്ടിയാൽ ഉടൻ തന്നെ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴക്കൂട്ടത്തിൽ ഇല്ല. അതാണ്. അപ്പൊ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനവും കൂടി ഒരുക്കാം. മാക്സിമം വീട് സ്ഥലം കിട്ടാത്തതിന്റെ പോരായ്മ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടല് ചെയ്ത് തരാനുള്ള സംവിധാനമോ ഇവിടെ ഒന്ന് നോക്കിയാൽ ബാക്കിയുള്ള അത്യാവശ്യ കാര്യങ്ങൾ എല്ലായിടത്തും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.